ഇന്ന് ഒരു ചാമ്പയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണേ. നല്ല എരിവും ഒരല്പം മധുരമൊക്കെ ഉള്ള ഒരു ചാമ്പയ്ക്ക അച്ചാർ. അപ്പോൾ അതിന് ഒരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞ് വയ്ക്കാം. ഒരു 25 ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കിയതിന് ശേഷം 4ആയിട്ട് മുറിച്ച് എടുത്ത് വയ്ക്കാം. ഇനി ഒരു കടായി എടുത്ത് വയ്ക്കാം. അതിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കടുക്, അത് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഏകദേശം 1/4 ടേബിൾ സ്പൂൺ. ഇനി മുളക് പൊടി ചേർക്കാം. അത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ച ചാമ്പക്ക ചേർത്ത് കൊടുക്കാം. ചാമ്പയ്ക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മുളക് ചാമ്പക്കയിലെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചാമ്പക്കയിൽ ഉലുവ, കായം അതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കാനായിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് പോരാത്ത ഉപ്പും പിന്നെ ചാമ്പയ്ക്കയ്ക്ക് ടേസ്റ്റിനായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഈ അച്ചാർ പെട്ടെന്ന് കേടായി പോകാതിരിക്കാനും പിന്നെ അച്ചാറിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടാനുമായിട്ട് 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പുളിക്കും ടേസ്റ്റിനും അനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചേർത്ത് കൊടുത്ത ഉപ്പ്, മധുരം, കായം, വിനീഗർ ഇതെല്ലാം നമ്മുടെ രുചിക്കനുസരിച്ച് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് പോരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ ഇതൊരു കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കാം. എന്നിട്ട് പിറ്റേന്നോട്ട് കഴിച്ചു തുടങ്ങാം. താങ്ക്സ് ഫോർ വാച്ചിങ്.